നമ്മൾ പണ്ട് കാർട്ടൂൺ നെറ്റ്വർക്കിൽ പകൽ സമയത്ത് അല്ലെങ്കിൽ ഡേ ടൈമിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒന്നോ രണ്ടോ ആനിമേറ്റഡ് ഷോസ് ഉണ്ട്. അത് രാത്രി സമയത്ത് മിഡ് നൈറ്റിൽ അല്ലെങ്കിൽ പുലർച്ചെ സമയത്താണ് കൂടുതൽ ടെലികാസ്റ്റ് ചെയ്യാറുള്ളത്. അതായത് കുട്ടികൾ അധികം ഉണർന്നിരിക്കാത്ത സമയത്താണ് ഈ കാർട്ടൂൺ ഷോസ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതിന് പല റീസൺസും പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് ഇതൊക്കെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാർട്ടൂൺസ് ആണ്, ഭയങ്കര ക്രീപ്പി ആയിട്ടുണ്ട്, കുട്ടികൾ പേടിക്കാൻ സാധ്യത ഉണ്ട് എന്നൊക്കെയാണ്. അങ്ങനത്തെ ഒരു കാർട്ടൂണാണ് കറേജ് ദ കവർലി ഡോഗ്. എല്ലാവർക്കും ചൈൽഡ്ഹുഡിൽ ക്രീപ്പി ഫീൽ തന്നിരുന്ന ഒരു കാർട്ടൂൺ കൂടിയായിരുന്നു കറേജ് ദ കവർലി ഡോഗ്. ആക്ച്വലി അതൊരു നോർമൽ കാർട്ടൂൺ അല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അത് സത്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മല്ലു മിസ്റ്ററീസ്. ഒരു ഐസൊലേറ്റഡ് ഫാം ഹൗസ്, ചുറ്റും എൻഡ്ലെസ് ഡെസേർട്ട്, നെയ്ബേഴ്സ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, സ്ട്രേഞ്ച് ക്രിയേച്ചേഴ്സ്, ക്രീപ്പി സൈലൻസ് മാത്രം. ചൈൽഡ്ഹുഡിൽ നമ്മൾ ഇത് കോമഡി ഹൊറർ കാർട്ടൂണായി കണ്ടിരുന്നു. പക്ഷേ ഫാൻ തിയറി പ്രകാരം ആ ഫാം ഹൗസ് ആക്ച്വലി റിയൽ വേൾഡിൽ നിന്ന് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയ ഒരു കേഴ്സ്ഡ് പ്ലേസ് ആണ്. ഇതിലൂടെ തന്നെ കാർട്ടൂണിൻ്റെ ക്രീപ്നെസ് കുറച്ച് വ്യക്തമല്ലേ? സ്റ്റോറി തുടങ്ങുന്നത് കറേജ് എന്ന ഒരു സ്മോൾ പപ്പിയിൽ നിന്നാണ്. ഒരു റെയിനി നൈറ്റ് റോഡ് സൈഡിൽ അബാൻഡൻ്റ് ആയി കിടക്കുന്ന അവനെ മ്യൂരിയൽ എന്ന ഒരു പ്രായം കൂടിയ സ്ത്രീ റെസ്ക്യൂ ചെയ്തു. മ്യൂരിയൽ മാത്രമാണ് അവനെ ട്രൂ ആയി സ്നേഹിച്ചത്. പക്ഷേ എസ്തേസ് എന്ന ഒരു വ്യക്തി, മ്യൂരിയലിൻ്റെ ഹസ്ബൻഡ്, എപ്പോഴും അബ്യൂസീവ് ആയിരുന്നു. അയാൾ കറേജിനെ കോൺസ്റ്റൻ്റ്ലി സ്കെയർ ചെയ്യും, ഷൗട്ട് ചെയ്യും, ത്രട്ടൺ ചെയ്യും. അതുകൊണ്ട് കറേജിന് ഒരിക്കലും അയാളോട് സേഫ് ഫീൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഡേയ്സ് കഴിഞ്ഞപ്പോൾ കറേജ് ഒരു സ്ട്രേഞ്ച് കാര്യം നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. എവറി നൈറ്റ് ഫാം ഹൗസിൽ സ്ട്രേഞ്ച് സൗണ്ട് കേൾക്കും, അൺനോൺ ഷാഡോസ് കാണും, ക്രീപ്പി മോൺസ്റ്റേഴ്സ് വീട്ടിൽ വരും, ഗോസ്, ഏലിയൻസ്, ഷേപ്പ് ഷിഫ്റ്റിംഗ് ക്രിയേച്ചേഴ്സ്, ഓരോ ദിവസവും പുതിയ ഹൊറേഴ്സ്. പക്ഷേ ഏറ്റവും സ്ട്രേഞ്ചായ കാര്യം എന്താണെന്നാൽ ഇതൊക്കെ ഓൾമോസ്റ്റ് കറേജ് മാത്രം ആണ് കാണുന്നത്. മ്യൂരിയൽ കാം ആയി നിൽക്കും, എസ്തേസ് ഇഗ്നോർ ചെയ്യും, കറേജ് മാത്രം പാനിക് ആവും. ഫാൻ തിയറി പ്രകാരം ആ മോൺസ്റ്റേഴ്സ് ആക്ച്വലി റിയൽ ക്രിയേച്ചേഴ്സ് അല്ല, കറേജിൻ്റെ ഡാമേജ്ഡ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഹാലൂസിനേഷൻസ് ആണ്. സ്മോൾ ഏജിൽ എക്സ്പീരിയൻസ്ഡ് അബാൻഡൻമെൻറ്റും ലോൺലിനെസ്സും ട്രോമയും അവൻ്റെ മൈൻഡിനെ സ്ലോലി ഡിസ്ട്രോയ് ചെയ്തു. അതുകൊണ്ടാണ് നോർമൽ സിറ്റുവേഷൻസ് പോലും കറേജിന് ഹൊറിഫയിങ് ആയി തോന്നുന്നത്. ഒരു നോർമൽ സെയിൽസ്മാൻ വന്നാൽ കറേജിന് അത് ഡീമൺ പോലെ കാണും. ഒരു സ്ട്രേഞ്ചർ വന്നാൽ മോൺസ്റ്ററായി കാണും. നൈറ്റിൽ വിൻഡ് സൗണ്ട് കേട്ടാൽ പോലും ക്രിയേച്ചേഴ്സ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യും. പക്ഷേ തിയറി ഇവിടെയും സ്റ്റോപ്പ് ആവുന്നില്ല. ചിലർ ബിലീവ് ചെയ്യുന്നത് മ്യൂരിയൽ എസ്റ്റേസും ഇയേഴ്സ് എഗോ ഓൾറെഡി മരിച്ചവരാണെന്നാണ്. കറേജ് സ്റ്റിൽ ആ എംപ്റ്റി ഫാം ഹൗസിൽ തന്നെ എലോൺ ആയി ജീവിക്കുകയാണെന്നാണ്. എക്സ്ട്രീം ലോൺലിനെസ് കാരണം അവൻ്റെ മൈൻഡ് മ്യൂരിയലിനെയും എസ്റ്റേസിനെയും അലൈവായി ഇമാജിൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഫാം ഹൗസ് എപ്പോഴും എംപ്റ്റി ഫീൽ ചെയ്യുന്നത്. ചുറ്റും ഡെസേർട്ട് മാത്രം, റിയൽ ഹ്യൂമൻസ് ഓൾമോസ്റ്റ് ഇല്ല, സ്ട്രേഞ്ച് അറ്റ്മോസ്ഫിയർ മാത്രം. പിന്നെ കറേജ് യൂസ് ചെയ്യുന്ന ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അവൻ അഡ്വൈസ് തരുന്ന ആ മെഷീൻ, ഫാൻ തിയറി പ്രകാരം അതൊരു റിയൽ കമ്പ്യൂട്ടർ അല്ല, അത് കറേജിൻ്റെ ഓൺ സബ് കോൺഷ്യസ് മൈൻഡാണ്. അവൻ്റെ മൈൻഡ് തന്നെ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു സർവൈവ് ചെയ്യാൻ വേണ്ടി. കാർട്ടൂണിൽ കറേജിനെ എപ്പോഴും മ്യൂരിയൽ സേവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതിന് റീസൺ ഇത് തന്നെ. മ്യൂരിയൽ വാസ് ദ ഓൺലി പേഴ്സൺ ഹു എവർ ലവ്ഡ് ഹിം. അതുകൊണ്ട് കറേജിന് അവളെ ലൂസ് ചെയ്യാൻ പറ്റില്ല, ഈവൺ ഇഫ് ഷീ ഈസ് ഓൾറെഡി ഗോൺ. എസ്തേസിൻ്റെ സ്കെയറി ബിഹേവിയറും ഫ്രൈറ്റനിങ് മാസ്കും കറേജിൻ്റെ ഡീപ്പസ്റ്റ് ഫിയേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ചൈൽഡ്ഹുഡ് ട്രോമ അവൻ്റെ മൈൻഡിൽ പെർമനൻറ്റ് സ്കാർസ് ഉണ്ടാക്കി. അതുകൊണ്ടാണ് കറേജ് ഇപ്പോഴും ട്രെംബ്ലിങ്ങും ക്രൈയിങ്ങും പാനിക്കും കാണിക്കുന്നത്. പക്ഷേ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയ കാര്യം ഇതാണ്, എല്ലാ എപ്പിസോഡിലും കറേജ് സംഭവം മോൺസ്റ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്യും, പ്രോബ്ലംസ് എൻഡ് ആവും, എല്ലാം നോർമലായി തോന്നും. പക്ഷേ നെക്സ്റ്റ് എപ്പിസോഡിൽ സെയിം ഫിയർ, സെയിം മോൺസ്റ്റേഴ്സ്, സെയിം നൈറ്റ്മെയർ വീണ്ടും സ്റ്റാർട്ടാവും. അതിൻ്റെ മീനിങ് കറേജ് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു എൻഡ്ലെസ് സൈക്കോളജിക്കൽ സൈക്കിളിൽ ട്രാപ്ഡ് ആണെന്നാണ്. ചിലർ ബിലീവ് ചെയ്യുന്നത് കാർട്ടൂൺ ക്രിയേറ്റേഴ്സ് ഇൻറ്റൻഷലി ഡിസ്റ്റർബിംഗ് വിഷ്വൽസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ്. ക്രീപ്പി ഫേസസ്, അൺകംഫർട്ടബിൾ സൈലൻസ്, സ്ട്രേഞ്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ബിക്കോസ് നമ്മൾ ആക്ച്വലി കാർട്ടൂൺ കാണുന്നത് കറേജിൻ്റെ പെർസ്പെക്റ്റീവിലാണ്, അവൻ്റെ ഫിയർ നമ്മളും ഫീൽ ചെയ്യാൻ വേണ്ടി. ആൻഡ് സാഡസ്റ്റ് പാർട്ട് ഈസ് കറേജ് എപ്പോഴും സ്കേർഡ് ആയിട്ടും ആ ഫാം ഹൗസ് വിട്ടുപോകുന്നില്ല. ബിക്കോസ് ആ വീട് അവൻ്റെ നൈറ്റ്മെയർ ആണെങ്കിലും മ്യൂരിയലിൻ്റെ ലാസ്റ്റ് മെമ്മറി അവിടെയാണ്. റിയൽ ആയാലും ഇമാജിനറി ആയാലും അവൾ മാത്രമാണ് അവൻ്റെ ഓൺലി ഹാപ്പിനെസ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ കറേജ് ദ കവർലി ഡോഗ് കാണുമ്പോൾ ഒരു കാര്യം ഓർത്തു നോക്കൂ. മേ ബി കറേജ് മോൺസ്റ്റേഴ്സിനെ ഫൈറ്റ് ചെയ്യുന്നതല്ലെങ്കിലോ, മേ ബി അവൻ അവൻ്റെ തന്നെ ബ്രോക്കൺ മൈൻഡിൽ നിന്ന് സർവൈവ് ചെയ്യാനാണ് സ്ട്രഗിൾ ചെയ്യുന്നതോ.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഇനി ആ കാർട്ടൂൺ ഒന്നുകൂടെ വാച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾക്കൊരു ഡാർക്ക് വൈബ് തന്നെ അതിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വേഗം വരുന്നവരെ ഇറ്റ്സ് മീ മല്ലു മിസ്ട്രി സൈനിങ് ഔട്ട്.